ഇതാ പറ്റിയ അവസരം. ഇപ്പൊ തന്നെ ഒന്ന് പറയാം. അല്ല, നീ എന്താ ചെയ്യണേ? അടിച്ചോരാണോ? അത് ശരി, നിങ്ങൾക്ക് എന്താ കാണില്ല ഞാൻ എന്താ ചെയ്യണെന്ന്? എന്തെങ്കിലും കളിയാക്ക? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. പിന്നെ ഞാനൊരു കല്യാണം കൂടെ കഴിച്ചാലോ? എന്താ നിന്റെ അഭിപ്രായം? അല്ല, നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളെ പോവാൻ നോക്ക്, എനിക്കിവിടെ 100 കൂട്ടം പണികളുണ്ട്. ഇവളെന്താ ഞാൻ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് എടുക്കാത്ത? പോട്ടെ, ഞാൻ ഉമ്മിച്ചിനോട് പറയാം. ഉമ്മിച്ച് സമ്മതിക്കും. ഉമ്മിച്ച്, ഞാനൊരു കല്യാണം കഴിച്ചാലോ? പിന്നെ ഞാൻ ജോലി ചെയ്യാനടുത്തൊരു പെൺകുട്ടിയുണ്ട്, അവളെ ഞാൻ കല്യാണം കഴിച്ചാലോന്ന് ആലോചിക്കുക. എന്താണ് നിഷാദ നീ പറയണേ? എന്തെങ്കിലും തലയ്ക്ക് വല്ല ഓളുണ്ടോ? അവ രാവിലെ എണിച്ചിട്ട് കല്യാണം കഴിക്കണത്ര അവന്. നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. നല്ല കുട്ടിയാണ് ഉമ്മിച്ചേ, വാപ്പില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടില്ലേ? നാട്ടിൽ അങ്ങനെ ഒരുപാട് എത്തിയും കുട്ടികളുണ്ട്. നീ അവർക്കൊക്കെ ജീവിതം കൊടുക്കോ? നീ? ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എന്താ അവന്റെ വർത്താനം? ഇനി ഒരാളും കൂടി അവന് കല്യാണം കഴിക്കണത്രേ. അപ്പൊ എന്നോട് ഇത് പറഞ്ഞത് കാര്യമായിട്ടായിരുന്നൂല്ലേ? ആ പെണ്ണ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവൂലോ ഇപ്പൊ. നീ വിഷമിക്കാൻ നിൽക്കണ്ട മോളെ, എനിക്ക് ജീവനിലെടുത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കി. എന്താ റബ്ബേ ഇക്കാക്ക് പറ്റിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ ചെയ്യാൻ? ഉമ്മിച്ചേ, ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടിയുടെ അഡ്രസ്സ്. പിന്നെ ഞാൻ മാമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാമ ആദ്യം സമ്മതിച്ചൊന്നുമില്ല, പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും മാമ. പിന്നെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെന്തായാലും വേഗം ഒരുങ്ങിയിട്ടേ ആ കുട്ടീനെ ഒന്ന് പോയി കാണ്. എനിക്കൊന്നും പറ്റില്ല കാണാൻ പോവാൻ. ഞാൻ പോയിച്ചിട്ട് നീ ഇരിക്കണ്ട. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി വിളിച്ചിറക്കി കൊണ്ടുവരും. പിന്നെ നാട്ടുകാർ കണ്ടു, അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് വന്ന് പറയാൻ നിൽക്കരുത്. ഇതായിരിക്കണം അഡ്രസ്സ്. നിങ്ങൾക്ക് എന്താണെങ്കിലും തീരുമാനിക്കുക. എടാ മനസ്സിലേ, നീ അവളോട് അവളെ വീട്ടുകാരോട് നീ എന്താ പറയാൻ പോണ്? അതിന് അവളിവിടെ നിന്നോട്ടെ, എന്റെ ആദ്യ ഭാര്യയായിട്ട്. അതിനിപ്പോ എന്താണ്? എന്തൊക്കെ നിഷാദ നീ പറയണത്? അവളെ കല്യാണം കഴിക്കാന്നുള്ള വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇന്ന് അവളെ കാണാൻ പോകുന്നുള്ളത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? നീ കരയാൻ നിൽക്കണ്ട, ഞാൻ നേരിട്ട് പോയിട്ട് അവളോട് കാര്യങ്ങൾ പറയാം. അവൾക്കാകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവൂലോ, അപ്പൊ അവൾ തന്നെ പിന്മാറും ഇന്ന്. അല്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അവളെ എൻ്റെ മോനെ വശീകരിച്ച് വശത്താക്കിയതാവും. ഞാനൊന്ന് പോട്ടെ, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. ഉമ്മച്ചിയെ, എന്തായി ഉമ്മച്ചിയെ? മാമ എവിടെ? ഉമ്മച്ചി അവളെ കണ്ടോ? അവളോട് പറഞ്ഞോ കല്യാണത്തിന് പിന്മാറാൻ? ഇല്ല മോളെ, മാമ ഇങ്ങോട്ട് വന്നില്ല. മാമ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. ഇവനാണ് പ്രശ്നം. അവിടെ അവൾക്കൊരു പ്രശ്നവുമില്ല. അവൾക്ക് കല്യാണത്തിന് പിന്മാറാൻ സമ്മതമാണ്. ഇവൻ സമ്മതിക്കാഞ്ഞിട്ടാണേ. ഞാൻ പോവാണ് എൻ്റെ വീട്ടിലേക്ക്. മോളെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് മകനായിട്ട് ഇവൻ ഒരാളല്ലേ ഉള്ളൂ. പെറ്റ വയറായി പോയില്ലേ, ഞാൻ എന്താ ചെയ്യുക? അവനെ നമ്മൾ ദേഷ്യം പിടിപ്പിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കാര്യങ്ങൾ നോക്കണില്ലേ? കുട്ടിയുടെ കാര്യം നോക്കണില്ലേ? വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണുണ്ട്. ഇപ്പൊ നീ വേഗം ഓടിപ്പോയി നിന്റെ വീട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ്? നിന്റെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ എനിക്ക് അറിയണല്ലേ. എന്നെ തല്ലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അമ്മച്ചി, പക്ഷെ ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യാ മോളെ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവനാണെങ്കിൽ ഒരേ വാശിയിലാണ് നടക്കണത്. എന്നെക്കൊണ്ട് നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? നീ ഒരു കാര്യം ചെയ്യ്, നീ അവൻ്റെ ആദ്യ ഭാര്യയായിട്ട് തന്നെ ഇവിടെ നിൽക്കുക. അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ വിഷമിക്കണ്ട. ഞാൻ പോവാണ് അമ്മച്ചി, എനിക്ക് പറ്റില്ല ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിൽക്കാൻ. മോളെ മനസ്സിലാ? അമ്മച്ചി പറയണ കേക്ക് നീ. അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഏത് പെണ്ണ അതൊക്കെ സഹിക്കുക? പോട്ടെ അവള്, പാവം കുട്ടി. പൈസ ഉള്ളവർക്ക് എന്തോ ആവാലോ. എനിക്കാകെ കുറേ പൈസ ഉണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാട് ഞാൻ എന്താ പറയുക? എനിക്കത് ആലോചിച്ചിട്ട് സഹിക്കാൻ വയ്യ.
പക്ഷെ ആ പെണ്ണ് കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം കാണണ്ടേ? എനിക്ക് വയ്യ ഇതൊക്കെ കണ്ടു നിൽക്കാൻ. ഞാൻ പോവുക. അൻസോ, നീ എവിടേക്ക് പോണത്? എൻ്റെ വീട്ടിക്ക്. നീ എത്ര ദിവസം പോയി നിൽക്കൂടി നിന്റെ കൂടെ? മാസം മാസം നിന്റെ അക്കൗണ്ടിലേക്ക് നിന്റെ ആവശ്യത്തിന് കാശ് ഇട്ട് തരുന്ന കാരണമാണ് നിനക്ക് ഇത്ര അഹങ്കാരം. അത് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നിന്റെ അഹങ്കാരം നിൽക്കും, കാണും നിനക്ക്. അതിനാണ് ഇവിടെ കോടതി പോലീസൊക്കെ ഉള്ളത്. ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. കേസ് കൊടുക്കണം? എടി, ഈ കേസ് നടത്താനും വേണം കാശ്. നിന്റെ വാപ്പ കൂലിപ്പണിക്ക് പോയിട്ട് എല്ലാ കുടുംബം കഴിയണ്. പിന്നെ നിന്റെ താഴെ 2 പെൺകുട്ടികൾ നിൽക്കുക. അവരതിനെ കെട്ടിച്ചു കൊടുക്കുമോ നിന്റെ കേസ് നടത്താൻ കാശ്? എവിടുന്ന് കിട്ടാനാണ്? എന്ത് വർത്താനം നീ പറയണേ? അതെ, നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ ഈ അവസരം മുതലാക്കാന്ന് എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ വീട്ടിൽ കഷ്ടപ്പെടാമെന്ന് കരുതിയിട്ടേ ഞാൻ നിങ്ങളുടെ ഈ തോന്നിവാസത്തിനൊന്നും കൂട്ടു നിൽക്കാൻ പോണില്ല. ഭർത്താവ് ഇല്ലാണ്ട് ജീവിച്ചാലും വേണ്ടില്ല, ഞാൻ എന്തായാലും ഇതിന് സമ്മതിക്കില്ല. അതിന് ഞാനെന്ത് തെറ്റാ ചെയ്തത്? ഒരു എത്തിയും കുട്ടീനെ കല്യാണം കഴിക്കാൻ പോണതോ? അതിന് നമ്മുടെ മതം അനുവദിക്കണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഓ, ഇസ്ലാമിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കണ്ടല്ലോ. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടോ? നോമ്പ് നോൽക്കുന്നുണ്ടോ? വെള്ളിയാഴ്ച ദിവസം മാത്രം പള്ളി പോകണം. നിങ്ങൾ ഈ വീട്ടിൽ ഒരു പക്കത്ത് പോയി നിസ്കരിക്കണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നോമ്പുള്ളപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ട് 4 എണ്ണം കെട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാട് നീളെ കെട്ടാൻ നടക്കണു. നാണല്ലേ നിങ്ങൾക്ക്? നബിയുടെ കാലത്തെ യുദ്ധസമയത്ത് ആൾക്കാർ മരണപ്പെടുമ്പോൾ അവരുടെ ഭാര്യമാരെ അനാഥരാവണ്ടെന്ന് കരുതിയിട്ടാണ് അവരോട് 4 എണ്ണം കെട്ടിക്കൊള്ളാൻ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങളെ പോലുള്ളവരടുത്തെല്ലാം 4 എണ്ണം കെട്ടാൻ പറഞ്ഞത് അല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം. നിങ്ങൾ എന്നോട് സമ്മതം ചോദിച്ചോ? അല്ല, എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നീ എന്ത് വേണമെങ്കിലും പറയും, ഞാനൊക്കെ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, നിങ്ങൾക്ക് എന്നോട് ഒരു തരം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഇത് ചെയ്യുമോ? ഇനി ഇതെല്ലാം കണ്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. ഞാൻ മാസം മാസം പൈസ അയക്കുന്നേ, നീ വിചാരിക്കണ്ട കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മ ഉപ്പയുണ്ട്, അവര് നോക്കൂ എന്നെ. ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്കൊന്ന് കാണണല്ലോ. ഹലോ, ഇവിടെ ആരുമില്ലേ? ആ, എന്താണ്? മനസ്സിലാണോ? അതെ. ആ, നിങ്ങൾക്കൊരു ലെറ്റർ ഉണ്ടേ. അതെ, ഇവിടെ നോക്കിടണേ. ഓക്കെ, ഇതെന്താ ഇപ്പോ? അല്ലാ, ഉമ്മ ഉമ്മ. ആ, എന്ത് മോളെ, ആരോ വന്നിട്ടുണ്ടായിരുന്നു? നീ ഇതിനെ വിളിച്ചേ? ഉമ്മ, പോസ്റ്റ്മാനാണ് വന്നത്. എനിക്ക് ജോലി കിട്ടി. ഇത് അപ്പോയിൻമെന്റ് ലെറ്റർ. അതെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. മോളെ, നമ്മുടെ കണ്ണീരിനുള്ള ഫലം കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, റബ്ബ് അങ്ങനെ നമ്മളെ കൈവിടില്ല. ഉമ്മക്ക് സമാധാനമായി. ഇനി എൻ്റെ കുട്ടിക്ക് ആരുടെ മുന്നിലും പോയി കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ലല്ലോ. നന്നായി മോളെ അത്. അതെ അമ്മ പറഞ്ഞത് ശരിയാണ്. ഇന്ന് നമുക്ക് ആരുടെ മുന്നിലും പോയിട്ട് കൈ നീട്ടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എല്ലാവരുടെ മുന്നിലും, നമ്മളെ അവഗണിച്ച എല്ലാ ആൾക്കാരുടെ മുന്നിലും നമുക്ക് അന്തസ്സായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അമ്മ. എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്.